ഹലോ ഗൈസ്, അപ്പൊ ഇന്ന് നമുക്കുണ്ടല്ലോ ഈ മുന്തിരിങ്ങ വെച്ച് ഇപ്പൊ എല്ലാവരും ഉണ്ടാക്കാൻ നോക്കുന്നില്ലേ, ഈ വയറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന കാര്യമില്ലേ. ഇച്ചിരി മുന്തിരിക്കകത്തൊരു മുളക് പൊടി, ഉപ്പ്, പിന്നെ നമ്മുടെ വിനാഗിരിയൊക്കെ വെച്ചിട്ടൊരു സാധനം നമുക്കത് ഉണ്ടാക്കി നോക്കിയോ. അപ്പൊ അത് ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ടോ നമുക്കൊന്ന് നോക്കാം. അപ്പൊ നോക്കിയോ. അപ്പോൾ ഇച്ചിരി മുന്തിരിക്ക് എടുത്ത് കഴുകി വൃത്തിയൊക്കെ എടുത്തായിട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പ്, ഈ കൈ കൊണ്ട് അങ്ങനെ കാണിച്ച് കുറച്ചൊന്നും ഇല്ലാത്തോളൂ. പിന്നെ ഇച്ചിരി വിനാഗിരി അങ്ങോട്ട് കോരിക്കാമത്തി, ഇച്ചിരി കുരുമുളകെല്ലാം മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. എണ്ണ ഇതിൽ ഒഴിക്കുന്നവരൊക്കെ ഉണ്ട്, ഞാനെന്തായാലും എണ്ണ ഒഴിച്ചിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെ ഒഴിച്ച് ലൈറ്റൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വൈറലായിട്ടുള്ള എന്നാണ് പറയുന്നത് മുളക് പൊടി ഇത് റെഡി. ഏത് റെഡി? മുന്തിരിങ്ങ റെഡി. ഇതിങ്ങനെല്ലാം നമുക്ക് കഴിച്ച് നോക്കിയാൽ മാത്രമേ അഭിപ്രായം പറയാൻ പറ്റുള്ളൂ, കഴിച്ച് നോക്കിയിട്ട് നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ. ഇപ്പോൾ ബാത്റൂമിൽ ഞാൻ കഴിക്കേണ്ട ഒരു ദിവസം ഫുള്ള് ഇല്ലായിരിക്കും. എന്തായാലും കഴിച്ച് നോക്കിയിട്ട് എൻ്റേതായിട്ടുള്ള അഭിപ്രായം മാത്രമേ ഞാൻ അതിൽ പറയുന്നത്. സംഗതി നിങ്ങൾക്ക് കഴിച്ച് നോക്കാം, കഴിച്ച് നോക്കാതിരിക്കാം. എന്തായാലും ഞാനിവിടെ കുറച്ചെടുത്തുള്ളൂ, കുറച്ച്. കാരണം മുന്തിരിക്കൊക്കെ എന്താ വില അല്ലേ. അപ്പോൾ എന്തായാലും ഞാനൊന്ന് കഴിച്ച് നോക്കിയിട്ട് ബാക്കി അഭിപ്രായം ഞാൻ പറയാം. ഓക്കെ. ഞാൻ പറയുകയാണെങ്കിൽ മുന്തിരിക്ക് ആവശ്യത്തിന് ഒരു നല്ല ഫ്ലേവറും ഒരു നല്ല ടേസ്റ്റും ഉണ്ട്, ഉപ്പും മധുരവും ഒക്കെ ആയിട്ട് നല്ല ഇതുകൊണ്ട്. അതുകൊണ്ട് ഇതും മറ്റേ മുളക് പൊടി ഇതൊന്നും വാങ്ങി ഒഴിച്ച് മുന്തിരിങ്ങ ടേസ്റ്റ് കളയണമെന്നാണ് എൻ്റെ അഭിപ്രായം. അത് കഴിച്ചിട്ട് വലിയ സെറ്റപ്പ് ഒന്നുമില്ല, ഈ പറയുന്ന വലിയ സെറ്റപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്നുള്ളൂ. ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നിങ്ങളുടെ പൈസ കളയണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, അപ്പൊ എൻ്റെ അഭിപ്രായം. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയും.